നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. കലിതുള്ളി കാലവർഷം, പുഴകൾ നിറഞ്ഞു, റോഡുകൾ മുങ്ങി. താവക്കരയിൽ നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. മതിൽ വീണ് കുറുവയിൽ അപകടം. പലയിടങ്ങളിലും വൈദ്യുതി ബന്ധവും ഗതാഗതവും താറുമാറായി. മഴ ഇനിയും കനക്കും. ഗുണ്ടാസ്വരം വീണ്ടും ക്യാമ്പസുകളിൽ. പരിയാരത്ത് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിയെ ഭീഷണിപ്പെടുത്തി. SFI നേതാവിനെതിരെ പരാതി. ഭീഷണി. ഇലക്ഷനിൽ എതിർ പ്രവർത്തനം നടത്തുന്നുവെന്നാരോപിച്ച് ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. നിയമവിരുദ്ധ കാസിയക്കെതിരെ പോരാട്ടം തുടർന്ന് ലിയനാർഡ്. ഇറക്കുമതി തടയാൻ കേന്ദ്ര വിജിലൻസ് ഇടപെടൽ നടന്നു. ഇനി ഗുണമേന്മ ഉറപ്പുവരുത്താൻ നടപടി വേണം. ഉദ്യോഗസ്ഥരുടെ അഭാവം നികത്താൻ ശ്രമിക്കണമെന്നും ലിയനാർഡ്. വാർത്തകൾ വിശദമായി. കാലവർഷം കലിതുള്ളി. പുഴാതി സോണലിൽ മഴക്കെടുതി കാരണം കനത്ത നാശനഷ്ടം. കനത്ത മഴയിലും കാറ്റിലും പുഴാതി സോണലിലെ കക്കാട്, അത്താഴക്കുന്ന്, ഭാരതീയ വിദ്യാഭവൻ, ഇടച്ചേരി വയൽ എന്നിവിടങ്ങളിൽ ജനജീവിതം ദുസ്സഹമായി. അത്താഴക്കുന്ന്, ഇടപ്പറമ്പ് വയൽ പ്രദേശത്ത് നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. നിരവധി മരങ്ങൾ കടപുഴകി വീണ് വീടുകൾക്കും കെട്ടിടങ്ങൾക്കും നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. പോലീസും ഫയർഫോഴ്സും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കക്കാട് പുഴ കരകവിഞ്ഞ് ഒഴുകിയിട്ടുണ്ട്. വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. കക്കാട് ഭാരതീയ വിദ്യാഭവനിലും വെള്ളം കയറി. ഇടച്ചേരി വയൽ പ്രദേശത്ത് വെള്ളക്കെട്ടുമുണ്ട്. മരങ്ങൾ കടപുഴകി വീണും യാത്രാക്ലേശം രൂക്ഷമായിട്ടുണ്ട്. കോർപ്പറേഷൻ മേയർ മുസ്ലിഹ് മഠത്തിൽ, ഡെപ്യൂട്ടി മേയർ P. ഇന്ദിര, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ, കൌൺസിലർ കൂക്കിരി രാജേഷ്, KPA സലീം, മുരളി അത്താഴക്കുന്ന് തുടങ്ങിയവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. സിറ്റി ന്യൂസ്, കണ്ണൂർ. മഴ കനത്തു. കണ്ണൂരിൽ വെള്ളപ്പൊക്കം. താവക്കരയിൽ 50ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. എടക്കാട് മാരാങ്കണ്ടി തോട്ടിൽ പോത്ത് ഒലിച്ചെത്തി. കഴിഞ്ഞ ദിവസം രാത്രിയിലും ഇന്ന് പുലർച്ചെയുമായി തുടർന്നു പെയ്ത ശക്തമായ മഴയിലാണ് കണ്ണൂർ നഗരത്തിൽ പലയിടത്തും വെള്ളപ്പൊക്കമുണ്ടായത്. താഴെ ചുവ ഭാഗത്തും നിരവധി വീടുകളിൽ വെള്ളം കയറി. കണ്ണൂർ യൂണിവേഴ്സിറ്റി ആസ്ഥാനമായ താവക്കരയിൽ ശക്തമായ മഴയെ തുടർന്ന് വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന 50ഓളം കുടുംബങ്ങളെ ഒഴിപ്പിച്ചു. റവന്യൂ അധികൃതരുടെ നിർദ്ദേശത്തെ തുടർന്ന് കണ്ണൂർ അഗ്നിരക്ഷാസേനയെത്തിയാണ് വെള്ളിയാഴ്ച പകൽ 9:30ഓടെയാണ് വീട്ടുകാരെ ഒഴിപ്പിച്ച് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയത്. താഴെ ചുവ ഭാഗത്തും നിരവധി വീടുകൾ വെള്ളത്തിലായിരിക്കുകയാണ്. എടക്കാട് ഹുസൻമുക്ക്, മാരാങ്കണ്ടി തോട് കരകവിഞ്ഞ് പ്രാദേശിക റോഡ് വെള്ളത്തിലായി. ശക്തമായ ഒഴുക്കിൽ ഒരു പോത്ത് ഒലിച്ചെത്തി. ഇതിനെ നാട്ടുകാർ രക്ഷപ്പെടുത്തി കരയിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കനത്ത മഴയിൽ കുറുവയിൽ മതിലിടിഞ്ഞു. തറയിൽ ബസ് സ്റ്റോപ്പിന് സമീപം താഹിറയുടെ വീടിന്റെ മതിലാണ് തകർന്നു വീണത്. ഇനിയും മഴ തുടരുന്നത് വീടിന് ഭീഷണിയാവും. കൌൺസിലറും കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. കനത്ത മഴയിൽ കുറുവ തറ ബസ് സ്റ്റോപ്പിന് സമീപം താഹിറയുടെ വീടിന്റെ പിൻഭാഗത്തുള്ള മതിലാണ് തകർന്നു വീണത്. ഇതോടനുബന്ധിച്ച മതിലിന്റെ ബാക്കിഭാഗവും തകർന്ന് വീഴാറായ അവസ്ഥയിലാണ്. മണ്ണൊലിപ്പ് കാരണം വീടിന്റെ നിലനിൽപ്പ് തന്നെ ഭീഷണിയാവും. താഹിറയുടെ ചേച്ചി ഫാത്തിമയുടെ സ്ഥലത്താണ് മതിൽ തകർന്നു വീണത്. കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. സത്വര നടപടികൾ സ്വീകരിക്കാമെന്ന് താഹിറക്ക് ഉറപ്പും നൽകിയിട്ടുണ്ട്. ഇത് എത്ര മണിക്കായിരുന്നു സംഭവിച്ചത്? പുലർച്ചക്ക് ഞാൻ നമസ്കാരം കഴിഞ്ഞ് ഓതലാണ്, സെൻട്രാളിൽ ഇരുന്ന് ഓതുന്നു. അന്നേരമാണ് സംഭവിച്ചത്. വലിയ ശബ്ദം കേട്ടപാട് ഞാൻ ലൈറ്റ് ഓണാക്കി കഴിഞ്ഞേരാണ് വീണത്. മൊത്തമായിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് സൈഡിലെല്ലാം വീണോണ്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ ഈ വീടിന്റെ ഫ്രണ്ട് ഭാഗത്ത് ഉയർച്ചയാണല്ലോ, അപ്പൊ അതുകൊണ്ട് മഴ പെയ്യുന്ന സമയത്ത് കൂടുതൽ ഇങ്ങോട്ടേക്ക് വെള്ളം കുത്തി ഒഴുകുന്നുണ്ടോ? കുത്തി ഒഴുകി അങ്ങോട്ടുന്നെല്ലാം പുറത്തുനിന്നെല്ലാം വരുന്ന വെള്ളം എൻ്റെ വീട്ടിലേക്കാണ് വരുന്നത്. താഴ്ചയിൽ, എൻ്റെ വീട് താഴ്ചയിലല്ലേ, അത് ഘടകിൻ്റെ അപ്പുറത്തും ഏച്ചിൻ്റെ വീട്ടിൻ്റെ ബാക്ക് വശത്താണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ ഘടകാണ് മണ്ണ് കൂടുതൽ തെങ്ങിയിട്ടായിരിക്കും. താഹിറയുടെ സങ്കടം നമ്മൾ അറിഞ്ഞു. കോർപ്പറേഷൻ അധികൃതരുടെ ഭാഗത്തു നിന്നും ബന്ധപ്പെട്ടവരുടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ആവശ്യമായ സത്വര നടപടികൾ താഹിറയ്ക്ക് വേണ്ടി ഉണ്ടാവണമെന്നുള്ള അഭ്യർത്ഥനയാണ് അവർക്കുള്ളത്. ക്യാമറാമാൻ രഞ്ജിത്തിനൊപ്പം ജയദേവൻ, സിറ്റി ന്യൂസ്, കണ്ണൂർ. കുറുവ തട്ടാൻകുണ്ട് ഷിഹാബിന്റെ വീടിന് മുകളിലേക്ക് മതിൽ വീണ് അപകടം. 2 നിലയോളം ഉയരമുള്ള മതിലാണ് തകർന്നു വീണത്. വീടിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു. മുൻപും തയ്യൽ കാവിന് സമീപം മതിൽ തകർന്ന് അപകടമുണ്ടായിട്ടുണ്ട്. കോർപ്പറേഷൻ അധികൃതർ, കൌൺസിലർ മിനി കെ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. കുറുവ തട്ടാൻകുണ്ട് ഷിഹാബിന്റെ ശതാസിന് മേൽ 2 നിലയോളം ഉയരമുള്ള മതിലാണ് പുലർച്ചെ 3 മണിക്ക് തകർന്നു വീണത്. തൊട്ടടുത്ത വീടിന്റെ സൺഷെയ്ഡിനും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വീടിന്റെ പിൻഭാഗത്തുള്ള സൺഷെയ്ഡ് പൂർണ്ണമായും തകർന്ന നിലയിലാണ്. വീടിന്റെ പിൻഭാഗത്തുള്ള ചുമരിനും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വീടിന്റെ കിടപ്പുമുറിയുടെ ജനൽച്ചില്ലകൾ തകർന്ന് അകത്ത് ചെളി നിറഞ്ഞ നിലയിലാണ്. ഈ മതിലിന് പരിക്ക് പറ്റിയിട്ട് എൻ്റെ ഓർമ്മ പ്രകാരമെങ്കിൽ ഒരു 6 വർഷത്തോളമായി.
അപ്പോൾ അങ്ങനെ അതിൽ നിൽക്കുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ അശാസ്ത്രീയമായ വർക്കും പിന്നെ മണ്ണിടലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ അടിക്കാന്ന് ഒരു 10-15 അടി ഹൈറ്റിലെല്ലാം മണ്ണിട്ട് നിർത്തുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം വെള്ളവും മണ്ണൊലിപ്പിൻ്റെ പ്രശ്നങ്ങളും വെയിറ്റ് കൂടുതലും ഇത്ര അശാസ്ത്രീയമായ വർക്ക് കാരണം തന്നെയാണ് ഇതെല്ലാം ഇടിയാനുള്ള കാരണം. കൗൺസിലർ മിനി കെ, കോർപ്പറേഷൻ അധികൃതർ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. കലിതുള്ളി കാലവർഷം, പുഴകൾ നിറഞ്ഞു റോഡുകൾ മുങ്ങി. താവക്കരയിൽ നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. മതിൽ വീണ് കുറുവയിൽ അപകടം. പലയിടങ്ങളിലും വൈദ്യുതി ബന്ധവും ഗതാഗതവും താറുമാറായി. മഴ ഇനിയും കനക്കും. ഗുണ്ടാസ്വരം വീണ്ടും ക്യാമ്പസുകളിൽ. പരിയാരത്ത് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിയെ ഭീഷണിപ്പെടുത്തി. SFI നേതാവിനെതിരെ പരാതി. ഭീഷണി. ഇലക്ഷനിൽ എതിർ പ്രവർത്തനം നടത്തുന്നുവെന്നാരോപിച്ച് ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. നിയമവിരുദ്ധ കാസിയക്കെതിരെ പോരാട്ടം തുടർന്ന് ലിയണാർഡ്. ഇറക്കുമതി തടയാൻ കേന്ദ്ര വിജിലൻസ് ഇടപെടൽ നടന്നു. ഇനി ഗുണമേന്മ ഉറപ്പുവരുത്താൻ നടപടി വേണം. ഉദ്യോഗസ്ഥരുടെ അഭാവം നികത്താൻ ശ്രമിക്കണമെന്നും ലിയണാർഡ്. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. ശസ്ത്രക്രിയ ഇല്ലാതെ ഗർഭാശയം നീക്കം ചെയ്യാതെ ഗർഭാശയമുഴ നീക്കം ചെയ്യാം. യൂട്ടറൈൻ ഫൈബ്രോയിഡ് എംബോലൈസേഷൻ. കൈയിലെ രക്തക്കുഴലിലൂടെ വളരെ നേർത്ത ഒരു ട്യൂബ് സന്നിവേശിപ്പിക്കുക എന്നതാണ് ഈ രീതിയുടെ ആദ്യഘട്ടം. ഈ ട്യൂബ് രക്തക്കുഴലിലൂടെ സഞ്ചരിച്ച് ഗർഭാശയ മുഴകളിൽ എത്തിക്കുന്നു. തുടർന്ന് ഈ മുഴകളിലേക്ക് രക്തമെത്തിക്കുന്ന രക്തധമനിയിൽ പ്രത്യേക പദാർത്ഥം ഇൻജക്ട് ചെയ്ത് മുഴകളിലേക്കുള്ള രക്തസഞ്ചാരം തടയുന്നു. രക്തത്തിലൂടെ ലഭ്യമാവുന്ന പോഷകങ്ങൾ ലഭിക്കാതാവുകയും മുഴ വളരാനാവാതെ ചുരുങ്ങിപ്പോവുകയും ചെയ്യുന്നു. അനസ്തീഷ്യയുടെ ആവശ്യകതയില്ല, ആശുപത്രി വാസമില്ല, മുറിപ്പാടുകളില്ല, പെട്ടെന്നുള്ള രോഗമുക്തി, ദൈനംദിന ജീവിതത്തിലേക്ക് അതിവേഗമുള്ള തിരിച്ചുവരവ് തുടങ്ങിയ അനേകം നേട്ടങ്ങൾ ഈ ഒരു ചികിത്സാ രീതിക്കുണ്ട്. ഗർഭാശയ മുഴകൾക്ക് ഏറ്റവും മികച്ച ചികിത്സയാണ് തേടുന്നതെങ്കിൽ കണ്ണൂർ ആസ്റ്റമിംസിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗവുമായി ഉടൻ തന്നെ ബന്ധപ്പെടൂ. ആസ്റ്റമിംസ് കണ്ണൂർ. വാർത്തയിലേക്ക്. MBBS വിദ്യാർത്ഥിക്ക് നേരെ SFI നേതാവിന്റെ ഭീഷണി. കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിക്ക് നേരെയാണ് ഭീഷണി. SFIക്കെതിരെ ഇലക്ഷനിൽ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാണ് MBBS വിദ്യാർത്ഥി മുനീറിന് നേരെ SFI ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജോയൽ ഭീഷണി മുഴക്കിയത്. അമ്മയാണേ സത്യം, നിന്റെ കാല് തല്ലി പൊട്ടിക്കുമെന്നാണ് ഭീഷണിപ്പെടുത്തിയത്. ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ മാധ്യമങ്ങൾക്ക് ലഭിച്ചു. പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ് നാളെ നടക്കാനിരിക്കെയാണ് SFI നേതാവിന്റെ ഭീഷണി. UUC സ്ഥാനത്തേക്ക് KSU മുന്നണി സ്ഥാനാർത്ഥി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കണ്ണൂർ ജില്ലാ ആശുപത്രി സ്റ്റാഫ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ആശുപത്രി ദിനാഘോഷം സംഘടിപ്പിച്ചു. സമാപന സമ്മേളനം പ്രശസ്ത ഗാനരചയിതാവ് വയലാർ ശരത്ചന്ദ്ര വർമ്മ ഉദ്ഘാടനം ചെയ്തു.
കാര്യം ഏതോ പത്രം പറഞ്ഞു കേരളത്തിന്റെ കണ്ണീരാണ് കണ്ണൂർ. അല്ല, കേരളത്തിന്റെ കണ്ണീരിന്റെ ഊരാണ് കണ്ണൂർ. അകക്കണ്ണിനും പുറങ്ങണ്ണിനും കാഴ്ചയുള്ള കണ്ണൂരാണ്. ഞാൻ എന്തിനെ വിശ്വസിക്കുന്നു അതിന്റെ കൂടെ 100% വെള്ളം ചേർക്കാൻ നിൽക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുള്ളത്. അത് ആരെങ്കിലും ഏത് രാഷ്ട്രീയമായിക്കോട്ടെ, എന്ത് വിശ്വാസമായിക്കോട്ടെ, ഞാൻ നിൽക്കുന്നത് അതിന്റെ കൂടെ. അതുകൊണ്ടാണ് കണ്ണൂരിൽ പണ്ടുകാലം പോലെ വഴക്കുണ്ടായിരുന്നത്. എന്റെ വിശ്വാസത്തെ എനിക്ക് പിന്നെ വില കൊടുക്കാനും വെള്ളം തീർക്കാനും പറ്റില്ല എന്ന് പറയുന്ന കണ്ണൂരിനെ ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. ആരെന്ത് പറഞ്ഞാൽ എനിക്കത് പ്രശ്നമല്ല. പക്ഷെ എനിക്ക് കണ്ണൂര് കണ്ണിന്റെ ഊര്. ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാജ് എം കെ അധ്യക്ഷത വഹിച്ചു. അഡീഷണൽ ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസസ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പീയൂഷ് എം മുഖ്യാതിഥിയായി. പ്രോഗ്രാം കമ്മിറ്റി ജനറൽ കൺവീനർ എ പി സജീന്ദ്രൻ, കണ്ണൂർ DPM NHM ഡോക്ടർ PK അനിൽകുമാർ, ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ ഗ്രിഫിൻ സുരേന്ദ്രൻ, RMO ഡോക്ടർ സുമിൻ മോഹൻ, CNO ജയശ്രീ S, ALS ദീപ TV, ജോയിന്റ് സെക്രട്ടറിമാരായ അജയകുമാർ K, സെലിമി KC, ട്രഷറർ അശോകൻ P, കായിക വിഭാഗം കൺവീനർ ജിതിൻ T, കലാവിഭാഗം കൺവീനർ ശ്രേയ P, സ്റ്റാഫ് സെക്രട്ടറി പ്രമോദ് കുമാർ C എന്നിവർ സംസാരിച്ചു. SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ വിജയികൾക്കുള്ള അനുമോദനവും ചടങ്ങിൽ നടന്നു. തുടർന്ന് ആശുപത്രി ജീവനക്കാരുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഏഴിമല നാവിക അക്കാദമിയിൽ പരിശീലനം നേടിയ കാഡറ്റുകളുടെ വിവിധ അഭ്യാസമുറകൾ പ്രദർശിപ്പിച്ചു. അക്കാദമി ഇൻഡോർ സ്റ്റേഡിയത്തിൽ രക്ഷിതാക്കളുടെയും അക്കാദമി ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിലായിരുന്നു പ്രദർശനം. അക്കാദമി കമാൻഡന്റ് വൈസ് അഡ്മിറൽ പ്രവീൺ നായർ സംബന്ധിച്ചു. നീണ്ടകാലത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ നിയമവിരുദ്ധ കാസി ഇറക്കുമതി തടയാൻ കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ ഇടപെട്ടു. ആദ്യ ശ്രമങ്ങൾ കണ്ടു തുടങ്ങിയതായി മനുഷ്യാവകാശ പ്രവർത്തകൻ ലിയാനാർഡോ ജോൺ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രശ്നങ്ങൾ ഇടപെട്ട് സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ അണ്ടർ സെക്രട്ടറിയുടെ മറുപടിയിൽ ഉടൻ നടപടിയെടുക്കാൻ തുറമുഖ വകുപ്പിന് നിർദ്ദേശം കൊടുത്തതായും ലിയനാർഡ് പറഞ്ഞു. നമ്മളെ 2015 ഞാനൊരു കേസ് കൊടുത്തായിരുന്നു. റിലയൻസിനെതിരെ അഷീഷ് സൂപ്പർ മാർക്കറ്റിനെതിരെ അവർ കറുവപ്പട്ടയ്ക്ക് വരെ കേസ് വിറ്റ ഒരു കേസാണ്. അത് 9 വർഷം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ഫുൾ കേസ് 9 വർഷം എടുക്കുന്നത്. അത് റിലയൻസ് ഇൻവോൾവ് ആയിട്ടുള്ള കേസായതുകൊണ്ട് അത് 9 വർഷം കഴിഞ്ഞിട്ട് 2014 അത് വിധി വന്നത്. അത് പ്രകാരം റിലയൻസിൻ്റെ മുതലാളി അഷീഷ് സൂപ്പർ മാർക്കറ്റിൻ്റെ മുതലാളിനെ 6 മാസം മുതൽ 7 വർഷം വരെ ജയിലിലിടാനും ആയിരക്കണക്കിന് ഏകദേശം എൻ്റെ ചെറിയ കണക്ക് വരെ 3000-ന് മുകളിൽ ഇവർക്ക് സൂപ്പർ മാർക്കറ്റ് ഉണ്ട് റിലയൻസ്. അതെല്ലാം പൂട്ടിക്കേണ്ടി വരും. അതേപോലെ 10 ലക്ഷം പിഴ. 10 ലക്ഷം നിസ്സാരമാണ്. ഏതായാലും ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട അസിസ്റ്റന്റ് ഫുഡ് സേഫ്റ്റി കമ്മീഷണർ ആൾ വിധി വരുന്നതിന് 6 മാസം മുമ്പേ പുള്ളിനെ പിടിച്ച് കോഴിക്കോടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഇപ്പോൾ ആ പോസ്റ്റ് ഇപ്പോഴും വേക്കൻ്റ് ആണെന്ന് എൻ്റെ വിശ്വാസം. കാരണം ഇത് റിലയൻസിനെ തൊട്ട് കളിച്ചാൽ കേരള സർക്കാർ ഇവരുടെ കൂടെ കൂടി പ്ലാന്റേഷൻ കോർപ്പറേഷൻ അടുത്ത് കറുവ എസ്റ്റേറ്റ് ഉണ്ടല്ല, അവിടുന്ന് 17 ഉദ്യോഗസ്ഥന്മാരെ എന്നെ കാണാമെന്ന് എങ്ങനെയെങ്കിലും കേസ് പിൻവലിക്കണം, നിങ്ങളെ തോട്ടം എന്ത് വിലയ്ക്കും പാട്ടത്തിനെടുത്തോളാം. ഞാൻ പറഞ്ഞതിന് സമ്മതിച്ചില്ല. ആയുർവേദ മരുന്നുകളിലും മസാലകളിലും കറുവപ്പട്ടയ്ക്കു പകരം വിഷഘടകമുള്ള കാസിയ വ്യാപകമായി ഉപയോഗിച്ചു വരികയാണ്. എന്നാൽ തൂത്തുക്കുടി, ചെന്നൈ, വിശാഖപട്ടണം, മുംബൈ, കൊൽക്കത്ത പോർട്ടുകൾ വഴി കാസിയ ഇറക്കുമതി ചെയ്യുന്നത് തുടരുകയും ചെയ്യുന്നുണ്ട്. 2016 കാസിയ നിരോധിച്ച ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ കാസിയ ഇറക്കുമതി ചെയ്യുന്നത്. മഞ്ഞപ്പിത്തം, കരൾ രോഗം, ക്യാൻസർ തുടങ്ങി ഒട്ടേറെ അസുഖങ്ങൾ മനുഷ്യ ശരീരത്തിനുള്ളിൽ കാസിയോ കടന്നാൽ വരുത്തിവയ്ക്കും. 2018 കൊടുത്ത കേസിൽ റിലയൻസ് ഉൾപ്പെടെയുള്ള കമ്പനികൾ കാസിയോ സൂപ്പർ മാർക്കറ്റുകളിൽ വിൽക്കുന്നതിനെതിരെ കോടതി വിധി വന്നിരുന്നു. എന്നാൽ അത് ഇതുവരെയും നടപ്പിലാക്കിയിട്ടില്ല. അത് ഇതുവരെ നടപ്പിലാക്കാൻ ഫുഡ് അസിസ്റ്റന്റ് കമ്മീഷണർ ഇതുവരെ തയ്യാറായിട്ടില്ല. നടപടിയെടുക്കേണ്ട ഉദ്യോഗസ്ഥനെ കോഴിക്കോട്ടേക്ക് സ്ഥലം മാറ്റിയിട്ട് പകരം ഉദ്യോഗസ്ഥനെ നിയമിച്ചിട്ടില്ലെന്നും ലിയാനാർഡോ ജോൺ പറഞ്ഞു. കേരള ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടേഴ്സ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷനും യാത്രയയപ്പും കണ്ണൂർ ഹോട്ടൽ റോയൽ ഒമേഴ്സിൽ നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി P. മനോജ് ഉദ്ഘാടനം ചെയ്തു. 1959 രൂപം കൊണ്ട ഈ പ്രസ്ഥാനം, അന്ന് ഈ പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുമ്പോൾ നമ്മുടെ മുൻഗാമികൾ കണ്ട സ്വപ്നമുണ്ടായിരുന്നു. ആ സ്വപ്നത്തിലേക്ക് നമ്മൾ എത്രമാത്രം എത്തിച്ചേർന്നുള്ളത് ഒരു പരിശോധന നടത്തേണ്ടത് നമുക്ക് അനിവാര്യമാണ്. കേരള ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടേഴ്സ് അസോസിയേഷനെ സംബന്ധിച്ച് ജീവനക്കാരുടെ അവകാശങ്ങൾക്കൊപ്പം തന്നെ നമ്മെ ആശ്രയിച്ചു കഴിയുന്ന കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന ക്ഷീര കർഷകരുടെ ആവശ്യങ്ങൾ കൂടി, അല്ലെങ്കിൽ അവരുടെ
നിലനിൽപ്പിന് വേണ്ടുന്ന വിഷയങ്ങൾ കൂടി ഏറ്റെടുത്തുകൊണ്ടാണ് നാം ഇത്രയും കാലം പ്രവർത്തിച്ചത്. ജില്ലാ പ്രസിഡന്റ് വി സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് ദുനിം ശ്രീയാസുദ്ദീൻ മുഖ്യപ്രഭാഷണവും ഉപഹാര സമർപ്പണവും നടത്തി. KU അൻസാർ, CK ജയരാജൻ, KP വിനോദൻ, വി മുകേഷ്, വി സന്തോഷ് കുമാർ, S ബിനുകുമാർ, P സജില, സജീഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ഓൺലൈൻ ജനറൽ ട്രാൻസ്ഫർ അട്ടിമറിക്കുന്ന നടപടികളിൽ നിന്നും പിന്മാറണമെന്ന് കൺവെൻഷൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. സിറ്റി ന്യൂസ്, കണ്ണൂർ. കണ്ണൂർ സംഘകലാ അംഗങ്ങളുടെ സ്നേഹസംഗമം കൊളപ്പ ചിൽക്കീസ് പാർട്ടി ഹാളിൽ നടന്നു. പ്രശസ്ത നാടകകൃത്ത് ജയൻ തിരുമന ഉദ്ഘാടനം ചെയ്തു. കാരണം ഇപ്പം മുരളി ഉള്ളിടത്തോളം കാലം ഒന്നിനും പ്രശ്നമുണ്ടാവില്ല. ഇപ്പം ഞാനിപ്പോൾ ഒരു 60, 20, 80 പേരല്ലേ, വേളത്തിൽ 80 കലാകാരന്മാരെ വെച്ചുകൊണ്ടൊരു നാടകം ചെയ്തു. 80 പേരുണ്ടായിരുന്നു. ഈ 80 പേരെ ഞാൻ ആദ്യം പഠിപ്പിച്ചത് ലൈറ്റ് ചെയ്യാനായിരുന്നത്. ഇരുന്നുകൊണ്ട് 3-4 ദിവസം മുമ്പേ ലൈറ്റ് എടുത്ത് കൊണ്ടുവച്ചു. അവർ ലൈറ്റ് ചെയ്യാനല്ല, അതിൻ്റെ സാഹസികതയും അതിൻ്റെ ബുദ്ധിമുട്ടും അവർ തിരിച്ചറിയണമെന്നുള്ളതാണ്. കണക്ഷൻ ചെയ്യാൻ, സൗണ്ട് കണക്ഷൻ ചെയ്യേണ്ടത് എങ്ങനെയായിരുന്നു, അതിനകത്ത് എനിക്കൊരു 3-4 ആളെ കിട്ടിയെന്നുള്ളതാണ്. 60 പേരിൽ എനിക്കൊരു 3-4 ആളെ കിട്ടി, താല്പര്യമുള്ളവരെ. മ്യൂസിക് ഓപ്പറേറ്റ് ചെയ്യുന്ന, എക്സിക്യൂട്ടീവ് ചെയ്യുന്ന ഒരു 3-4 ആളെ കിട്ടി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മനോഹർ വന്ന് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞാൻ അവരോട് നീ കേടാ. അപ്പോൾ അവർക്കിപ്പം അഭിനയത്തോടൊപ്പം തന്നെ ഇത് ലൈറ്റ് ചെയ്യാനും കണക്ഷൻ കൊടുക്കാനും നമ്മൾ സ്വയം ചിന്തിച്ച് നോക്കണം. നമുക്ക് നമ്മളെ സംഘത്തിൽ എല്ലാവരും ഉണ്ട്, ഇല്ലയെന്നല്ല, ഇവിടെയല്ല ഞാൻ പറയുന്നത്, പൊതുവെ ഉണ്ടാകുന്ന സാങ്കേതികമായി ഉള്ള അറിവും ജ്ഞാനവും നമുക്ക് ഉണ്ടായേ മതിയാവും. നമ്മൾ അപ്ഡേറ്റ് ആവുന്നുണ്ടോ എന്ന് സ്വയം പരിശോധിച്ചാൽ മതി. ഞാൻ പരിശോധിച്ച പോലെ, ഞാൻ നാടകം എഴുതാതിരുന്ന പോലെ, അത് മുഖാന്തരം എൻ്റെ കുടുംബത്തിലുണ്ടായ ദാരിദ്ര്യം പോലെ സഹിച്ചുകൊണ്ട്, കാരണം എൻ്റെ തൊഴിലിടം കൂടിയാണത്. എൻ്റെ കുടുംബം താഴെ കഴിക്കുന്നത് നാടകം എഴുതിക്കൊണ്ട്, വേറെ ഒരു മാർഗവും ഇല്ലാത്തവരാണ്. എന്നിട്ട് പോലും ഞാൻ എന്ത് ചെയ്തു, ഞാൻ അപ്ഡേറ്റ് അല്ല എന്നെനിക്ക് തോന്നുകയും, അപ്ഡേറ്റ് ആയപ്പോൾ ഉണ്ടാകുന്ന ഗുണം, ഞാനിപ്പോൾ ശാകുന്തളം എഴുതി കഴിഞ്ഞു. ശാകുന്തളം കണ്ടംപററീസ് കൊണ്ട് എഴുതിയത്. ഇപ്പോഴുള്ള സാമൂഹ്യ അവസ്ഥയിൽ ദുഷ്യന്തനും ശകുന്തളയും പുനർജനിച്ചാൽ എങ്ങനെയുണ്ടാവുമെന്ന് എന്ന ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് എഴുതിയത്. നാദം മുരളി അധ്യക്ഷത വഹിച്ചു. മോഹനൻ നായാട്ടുപാറ സ്വാഗതം പറഞ്ഞു. ബാബു കൊടോളിപ്പുറം, രാമകൃഷ്ണൻ ബ്ലാത്തൂർ, നകുൽ എരുവേശി, ലിബിൻ നായാട്ടുപാറ, ഗോപി വെള്ളരിഞ്ഞി, രാമകൃഷ്ണൻ പഴശ്ശി, രത്നാകരൻ മുണ്ടേരി തുടങ്ങിയവർ സംസാരിച്ചു. അനുഭവങ്ങൾ പങ്കുവയ്ക്കൽ, അംഗങ്ങളുടെ ഗാനമേള എന്നിവയും അരങ്ങേറി. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അയവിക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 8,920, പവന് 71,360 രൂപ, വെള്ളി 111 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കലിതുള്ളി കാലവർഷം, പുഴകൾ നിറഞ്ഞു, റോഡുകൾ മുങ്ങി. താവക്കരയിൽ നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. മതിൽ വീണ് കുറുവയിൽ അപകടം. പലയിടങ്ങളിലും വൈദ്യുതി ബന്ധവും ഗതാഗതവും താറുമാറായി. മഴ ഇനിയും കനക്കും. ഗുണ്ടാസ്വരം വീണ്ടും ക്യാമ്പസുകളിൽ. പരിയാരത്ത് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിയെ ഭീഷണിപ്പെടുത്തി. SFI നേതാവിനെതിരെ പരാതി. ഭീഷണി ഇലക്ഷനിൽ എതിർ പ്രവർത്തനം നടത്തുന്നുവെന്നാരോപിച്ച് ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. നിയമവിരുദ്ധ കാസിയക്കെതിരെ പോരാട്ടം തുടർന്ന് ലിയണാർഡ് ഇറക്കുമതി തടയാൻ കേന്ദ്ര വിജിലൻസ് ഇടപെടൽ നടന്നു. ഇനി ഗുണമേന്മ ഉറപ്പുവരുത്താൻ നടപടി വേണം. ഉദ്യോഗസ്ഥരുടെ അഭാവം നികത്താൻ ശ്രമിക്കണമെന്നും ലിയണാർഡ്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.